മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കൽക്കരിപ്പാടം അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ക്ലീൻ ചിറ്റ്. സിബിഐയുടെ റിപ്പോർട്ട് സുപ്രീംകോടതി അംഗീകരിച്ചു. പ്രത്യേക സിബിഐ കോടതിയുടെ സമൻസ് റദ്ദാക്കി. ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കേസാണ്. അതിലാണിപ്പോൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കുറ്റക്കാരനല്ല എന്ന സുപ്രീം കോടതിയും ശരിവെക്കുന്നത്. വിനിത, മൻമോഹൻ സിംഗ് മരിച്ച് 2 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു വിധി പുറത്തു വരുന്നത്. നേരത്തെ താലാബീര കൽക്കരിപ്പാടവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഒരു മൻമോഹൻ സിംഗിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഉത്തരവ് നേരത്തെ റിപ്പോർട്ട് അതിന്റെ പ്രത്യേക സിബിഐ കോടതിയിൽ നൽകിയത്. ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ പ്രത്യേക സിബിഐ കോടതി വിസമ്മതിച്ചിരുന്നു. മാത്രമല്ല 2015 മൻമോഹൻ സിംഗിന് സമൻസും കോടതി നൽകിയിരുന്നു. പക്ഷേ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മൻമോഹൻ സിംഗ് നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഇന്നാണ് അതിന്മേൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഉത്തരവ് മൻമോഹൻ സിംഗിന് അനുകൂലമായ നിലപാട് എടുക്കുന്നത്. മൻമോഹൻ സിംഗിനെ വിചാരണ ചെയ്യാൻ തക്ക തെളിവുകളില്ല എന്ന സിബിഐയുടെ റിപ്പോർട്ട് സുപ്രീം കോടതി ശരിവയ്ക്കുകയാണ്. ഇത് തള്ളിക്കളയാൻ മതിയായ കാരണങ്ങളില്ല എന്ന വിചാരണ കോടതിയുടെ നിരീക്ഷണം കോടതി റദ്ദാക്കുകയും ചെയ്തു. മൻമോഹൻ സിംഗിന് 2015 പ്രത്യേക സിബിഐ കോടതി നൽകിയ സമൻസാണ് പൂർണ്ണമായും റദ്ദാക്കുന്നത്. 2005 UPA ഭരണകാലത്ത് ഒഡീഷയിലെ താലാബീര എന്ന കൽക്കരിപ്പാടം ഹിൻഡാൽകോയ്ക്ക് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണം മൻമോഹൻ സിംഗിനെതിരെ ഉയർന്നിരുന്നത്. അന്ന് കൽക്കരി മന്ത്രാലയത്തിന്റെ അധിക ചുമതല മൻമോഹൻ സിംഗിനായിരുന്നു. ഈ മരിച്ച് 2 വർഷത്തിന് ശേഷമാണ് ഈ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിലുള്ള ഈ വിധി പുറത്തുവരികയും ചെയ്യുന്നത്. അന്ന് മൻമോഹൻ സിംഗിനൊപ്പം വ്യവസായി കുമാരമംഗലം ബിർള, മുൻ കൽക്കരി സെക്രട്ടറി PC പരീഖ് എന്നിവരെയും കോടതി പ്രതി ചേർത്തിരുന്നു. സിബിഐ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ശേഷമാണ് മൻമോഹൻ സിംഗിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ട് അന്ന് സിബിഐ കോടതി നൽകിയത്. സിബിഐയുടെ റിപ്പോർട്ട് സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞുവെങ്കിൽ ഇപ്പോൾ അത് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ശരി, ശ്യാം ദേവരാജ വിശദാംശങ്ങൾ നൽകി.